ലോകത്തിലെ ഏറ്റവും വലിയ മതിലിൻ്റെ അത്ഭുതകരമായ ചരിത്രം. 21,000 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളിലൂടെ, മരുഭൂമികളിലൂടെ, താഴ്വരകളിലൂടെ നീളുന്ന ഈ അത്ഭുതം ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. എന്നാൽ എന്തിനാണ് ഈ മതിൽ നിർമ്മിച്ചത്? ആരാണിത് നിർമ്മിച്ചത്? ഇത് ശരിക്കും ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റുമോ? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ലോകപ്രശസ്തമായ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അത്ഭുതകരമായ ചരിത്രമാണ്. ചൈനയുടെ വടക്കൻ ഭാഗത്തുകൂടി വ്യാപിച്ചു കിടക്കുന്ന പ്രതിരോധ മതിലാണ് ഗ്രേറ്റ് വാൾ. ഇത് ഒരൊറ്റ മതിൽ മാത്രമല്ല, നൂറ്റാണ്ടുകളായി വിവിധ രാജവംശം നിർമ്മിച്ച നിരവധി മതിലുകളുടെ ശൃംഖലയാണ്. ആകെ നീളം ഏകദേശം 21,000 കിലോമീറ്ററിലധികമാണ്. ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ ചൈനയെ ഏകീകരിച്ച ചക്രവർത്തിയായ ക്വിൻഷി ഹുവാങ് വിവിധ രാജ്യങ്ങളെ പ്രതിരോധ മതിലുകളായി ബന്ധിപ്പിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് പല രാജവംശങ്ങളും മതിൽ വികസിപ്പിച്ചു. ഇന്ന് കാണുന്ന ശക്തമായ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ഭാഗങ്ങളുടെ ഭൂരിഭാഗവും മിങ് ഡൈനാസ്റ്റിക് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. എന്തിനാണ് ഈ മതിൽ നിർമ്മിച്ചത്? വടക്ക് നിന്നുള്ള ആക്രമണകാരികളിൽ നിന്നും ചൈനയെ സംരക്ഷിക്കാനായിരുന്നു പ്രധാന ലക്ഷ്യം. മതിൽ കാവൽ ഗോപുരങ്ങൾ, സിഗ്നൽ ടവറുകൾ, കോട്ടകൾ എന്നിവ ഉണ്ടായിരുന്നു. പുക സിഗ്നലുകളും തീ സിഗ്നലുകളും ഉപയോഗിച്ച് സൈനികർ വളരെ വേഗത്തിൽ മുന്നറിയിപ്പുകൾ കൈമാറിയിരുന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, സൈനികർ, തടവുകാർ എന്നിവർ വർഷങ്ങളോളം ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തു. കഠിനമായ സാഹചര്യങ്ങളിൽ അനേകം ആളുകൾ മരിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഗ്രേറ്റ് വാൾ നിർമ്മിച്ചത്? ആദ്യകാലത്ത് മണ്ണും കല്ലും ഉപയോഗിച്ചും പിന്നീട് ഇഷ്ടിക, കല്ല്, ചുണ്ണാമ്പ് എന്നിവ ഉപയോഗിച്ചും കൂടുതൽ ശക്തമായ മതിലുകൾ പണിതു. മലനിരകളിലൂടെ നിർമ്മിച്ചതിനാൽ ഇന്നും ഇത് പുരാതന എഞ്ചിനീയറിംഗിന്റെ മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. 1987 ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. വർഷം തോറും ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നു. ഗ്രേറ്റ് വാൾ ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റുമോ? വളരെ വർഷങ്ങളായി ഗ്രേറ്റ് വാൾ ബഹിരാകാശത്ത് നിന്ന് കാണാമെന്ന് വിശ്വാസം പ്രചരിപ്പിക്കുന്നു. എന്നാൽ അതൊരു മിഥ്യയാണ്. വിദഗ്ധരും ബഹിരാകാശ യാത്രികരും പറയുന്നത് അനുസരിച്ച് പ്രത്യേക ഉപകരണങ്ങൾ ഇല്ലാതെ ഇത് ബഹിരാകാശത്ത് നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഇന്നത്തെ ഗ്രേറ്റ് വാൾ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ബാഡ്ലിംഗ് പോലുള്ള ഭാഗങ്ങൾ നന്നായി പുനരുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു പല ഭാഗങ്ങളും കാലാവസ്ഥകളും പ്രകൃതി ദുരന്തങ്ങളും കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു. 2000-ലധികം വർഷങ്ങളുടെ ചരിത്രം, ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ അധ്വാനം, ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് അത്ഭുതം അതുതന്നെയാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇത്തരത്തിലുള്ള ചരിത്ര രഹസ്യങ്ങളും ലോകാത്ഭുതങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.